ശാന്തകുമാരി അമ്മ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആരോ ദേ കട്ടിൽ നിന്ന് തറയിലേക്ക് ഒരു ഒറ്റയാട്ടി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിലൂടെ വന്ന തലക്കെട്ട് കിടക്കുമെന്നൊരു അടി. തിരിഞ്ഞു നോക്കി ഒരു മനുഷ്യനെ പോലും കാണാനില്ല. മുറ്റം ആകപ്പാടെ വൃത്തികേട്ട് കിടക്കുകയാണ്. മുറ്റം തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിലൂടെ വന്ന ഒരൊറ്റ ഒരു മുതുകത്തിട്ട് തിരിഞ്ഞു നോക്കി ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ഇതെന്തോ പറ്റി? ആരാണിത്? പ്രേതമാണോ ഭൂതമാണോ? ഒരു പിടിയുമില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശാന്തകുമാരി അമ്മ ആളെ കയ്യോടെ പിടിച്ചത്. അയ്യോ, ഇവനാണോ ആ ആള്? ശരിക്കും പറഞ്ഞാൽ ആരായിരിക്കും ഈ വില്ലനല്ലേ? കഥ കേട്ടോ. ശാന്തകുമാരി അമ്മയെ ആരോ കിണറ്റി തള്ളി കേട്ട്. വെളുപ്പാങ്കാലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അവരുടെ ഒരു നിലവിളി മാത്രം നാട്ടുകാർ കേട്ട്. ആ നിലവിളി കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം ആ വീട്ടിലേക്ക് ഓടിക്കൂടുകയാണ്. അവർ ആ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം പോലും വിടാൻ വയ്യാതെ ആ കിണറ്റിൽ കിടക്കുകയാണ്. എന്തായാലും നാട്ടുകാർ ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുന്നു. ഫയർഫോഴ്സ് ഇറങ്ങി അവരെ ആ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ബോധം തെളിഞ്ഞിട്ടില്ല കേട്ടോ, വെള്ളം ഒരുപാട് കുടിച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് ബോധം തെളിഞ്ഞെങ്കിൽ മാത്രമാണ് എന്താ സംഭവിച്ചത് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ നാട്ടുകാരുടെ ചോദ്യം, ഇവരുടെ ഭർത്താവ് പ്രഭാകരൻ നായർ എവിടെയാണ്? ഈ ഭാര്യയും, അതായത് ഈ ശാന്തകുമാരിയും പ്രഭാകരൻ നായരും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. പ്രഭാകരൻ നായർ എവിടെയാണ്? അതാണ് അടുത്ത നാട്ടുകാരുടെ ചോദ്യം. അങ്ങനെ അയാളെ തപ്പി ആ വീട് മുഴുവൻ നോക്കുമ്പോഴാണ് വീട്ടിനുള്ളിലെ ഒരു മുറിയിൽ പ്രഭാകരൻ നായർ മരിച്ചു കിടക്കുന്നു. വല്ലാത്ത ഷോക്കായിപ്പോയി. നാട്ടുകാർ അതിനൊരു മറുപടി കണ്ടുപിടിച്ച് അന്ന് രാത്രിയിൽ ഈ പ്രഭാകരൻ നായർക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. അയാളൊരു വയ്യാത്ത മനുഷ്യനാണ്. സ്വാഭാവികമായിട്ട് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു, അദ്ദേഹം മരണമടഞ്ഞു. ഈ വിഷമം സഹിക്കാൻ വയ്യാതെ ഭാര്യയായ ശാന്തകുമാരി അമ്മ കിണറ്റി ചാടി ആത്മഹത്യ ശ്രമിച്ച് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതാണ് കറക്റ്റ് ഉത്തരം. എന്തായാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമൊക്കെ നാട്ടുകാർക്ക് അറിയാൻ കേട്ടോ. ഈ വീട്ടിൽ ശാന്തകുമാരിയും പ്രഭാകരൻ നായരും മാത്രമാണ് താമസിക്കുക. ഒരു കുഞ്ഞു പോലും സഹായിക്കാനില്ല. സ്വാഭാവികമായിട്ടും അത്രയും സ്നേഹമുള്ള പ്രഭാകരൻ നായർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭാര്യയായിട്ടുള്ള ശാന്തകുമാരിക്ക് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭർത്താവ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം കിണറ്റി ചാടി ആത്മഹത്യ ചെയ്യാൻ ഈ ശാന്തകുമാരി അമ്മ ശ്രമിച്ചു. അതാണ് നാട്ടുകാരുടെ ഒരു ഉത്തരം. എന്തായാലും വളരെ വിഷമമായി. ഭാഗ്യം കൊണ്ട് ശാന്തകുമാരി അമ്മ രക്ഷപ്പെട്ടു. ഈ പറയുന്ന പ്രഭാകരൻ നായർ മരണപ്പെട്ടു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോലീസ് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് നാട്ടുകാർ അസ്വാഭാവികമായിട്ടുള്ള ചില കാഴ്ചകൾ കാണുന്നത്. ആ സംശയം പോലീസിനോട് പറയുകയാണ്. ആ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രഭാകരൻ നായരുടെ കഴുത്തിന് അവിടെ കുറേ പാടുകൾ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചതിൻ്റെ കുറേ പാടുകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതെന്തോ പറ്റിയിരിക്കും? എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? വെളുപ്പാങ്കാലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ആകെ ചോദ്യം ചെയ്യാനുള്ളത് ഭാര്യയായ ശാന്തകുമാരി അമ്മയാണ്. ശാന്തകുമാരി അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഇത് സംഭവം ഇങ്ങനെയാണ് സാറേ, വേറെ ഒന്നുമല്ല. അന്ന് രാത്രി വെളുപ്പാങ്കാലത്ത് വീട്ടിനുള്ളിൽ ഒരാൾ കയറി എൻ്റെ ഭർത്താവിനെ കഴുത്ത് മുറുക്കി കൊന്നു, എന്നെ പിടിച്ച് കിണറ്റിലോട്ട്. അതാണ് സംഭവം നടന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കള്ളൻ എന്തോ മോഷ്ടിക്കാൻ വേണ്ടി ആ വീട്ടിൽ കയറി. അങ്ങനെ ഗ്രഹനാഥനായ പ്രഭാകരൻ നായരെ കൊന്നു, ഭാര്യയായ ശാന്തകുമാരി അമ്മയെ പിടിച്ച് കിണറ്റിലോട്ട്. ഇതാണ് സംഭവം. പോലീസിന് അപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഇത് പ്രമാദമായിട്ടുള്ള കേസാണ്. ഒന്നാമത് ഇവർ വൃദ്ധരാണ്. 65 വയസ്സുള്ള ശാന്തകുമാരി അമ്മ, 17 വയസ്സുള്ള പ്രഭാകരൻ നായർ, അങ്ങനെ വൃദ്ധരായ ആൾക്കാരാണ് ഇങ്ങനൊരു അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരു മരണവും സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ പോലീസ് ആ വീട് മുഴുവൻ വിശദമായിട്ട് പരിശോധിക്കുകയാണ്. അപ്പോഴാണ് ചില സൂചനകൾ കിട്ടുന്നത്. രാത്രി എന്തായാലും കള്ളം കയറിയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആ മുറിയാകെ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം പോലീസിന് ആദ്യമേ തന്നെ ബോധ്യമായി. കൃത്രിമം നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കള്ളന്മാർ കയറുമ്പോഴത്തേക്ക് സാധനങ്ങൾക്ക് വാരി വലിച്ചാണല്ലോ ഇടുന്നത്. ഒരു ദാക്ഷിണ്യം കാണിക്കത്തില്ല ഈ കള്ളന്മാർ. അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? സ്വർണം അല്ലെങ്കിൽ പണം അടിച്ചു മാറ്റുക മാത്രമായിരിക്കും. അപ്പോൾ കണ്ണി കാണുന്നതെല്ലാം നശിപ്പിച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ സാരി അങ്ങനെയുള്ള തുണികളൊക്കെ ഒരു കേട് സംഭവിക്കാതെ ഈ ചുമ്മാതെ വലിച്ചു വാരി ഇടുന്ന പോലെയാണ്. ഒരു നോവ് അതിന് പറ്റിയിട്ടില്ല. അപ്പോൾ അതിലൊരു കൃത്രിമം സംഭവിച്ചതുപോലെ തോന്നുകയാണ്. അത് മാത്രമല്ല, ഈ കള്ളന്മാർക്ക് ആ വീട്ടിൽ കയറേണ്ട കാര്യമൊന്നുമില്ല. അത്രത്തോളം പണവും സ്വർണവും ഒന്നും ആ വീട്ടിലില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവർ രണ്ടുപേരും വൃദ്ധരാണ്, അത്രത്തോളം സാമ്പത്തികം ഒന്നും ഇല്ലാത്തവരാണ്, ഒരു ചെറിയ വീടാണ്. പണമില്ലെന്ന് അറിഞ്ഞിട്ടും ആ വീട്ടിൽ കയറിയ കള്ളന്മാർ ഇതുമാത്രം മണ്ടന്മാരായിരിക്കും അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഈ സംഭവം നടന്നത്, അതായത് പ്രഭാകരൻ നായർ മരിച്ചിരിക്കുന്നത് 12:30-ഓടെയാണ്. അതിനുശേഷം 4 മണിയോടെയാണ് ഈ ശാന്തകുമാരിയമ്മ കിണറ്റിലേക്ക് ചാടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കള്ളന്മാരാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഈ പ്രഭാകരൻ നായരെ കൊല്ലും. അടുത്ത നിമിഷം ഈ ശാന്തകുമാരി അമ്മയും കൊല്ലും. അതാണല്ലോ സംഭവിക്കുന്നത്. ഇത്രത്തോളം മണിക്കൂർ, 12:30-യും ഈ 4 മണിക്കൂർ നമ്മൾ ഒരുപാട് ഗ്യാപ്പുണ്ട്. ആ നിമിഷം വരെ, ആ മണിക്കൂറോളം ആ കള്ളന്മാർ ആ വീട്ടിൽ എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും അതിന് വ്യക്തമായിട്ട് ഉത്തരമില്ല. പിന്നെ അടുത്ത ചോദ്യം, ഇനി ഇതിനകത്ത് വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ഈ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കാമോ ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിർണായകമായിട്ടുള്ള മറ്റൊരു തെളിവ് കൂടി പോലീസിന് കിട്ടുന്നത്. ഈ പ്രഭാകരൻ നായരുടെ ശരീരത്തിൽ നരച്ച 3-4 രോമം കിട്ടുകയാണ്. അത് നീളമുള്ള മുടി. ആ മുടി ആരുടേതാണെന്നുള്ള ഉത്തരവും കിട്ടി. അത് ശാന്തകുമാരി അമ്മയുടേതാണ്. എന്ന് പറഞ്ഞാൽ പിടിവലിക്കിടയിൽ ഈ ശാന്തകുമാരി അമ്മയുടെ മുടിയിലേക്ക് ഈ പ്രഭാകരൻ നായർ വലിച്ചു പിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മുടിയൊക്കെ ദേഹത്തേക്ക് വീണു. അതും വ്യക്തമായുള്ള തെളിവായിട്ട് മാറുകയാണ്. ഇനിയിപ്പോൾ ഒന്നും ആലോചിച്ച കാര്യമില്ലല്ലോ. കള്ളന്മാരും അല്ല, ഒരു മാങ്ങാത്തുലിയുമല്ല. ഈ വീട്ടിലുള്ള നമ്മുടെ ശാന്തകുമാരി അമ്മ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ള കാര്യം ഏകദേശം പോലീസ് ധാരണയായി.
അങ്ങനെ ഈ ശാന്തകുമാരി അമ്മ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. ഈ പറയുന്ന ആണുങ്ങളാണെങ്കിൽ കുറച്ചൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും, ഇത്തരം പ്രായമുള്ള സ്ത്രീക്ക് പോലീസിൻ്റെ ആ ഒരു ചോദ്യം ചെയ്യൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. തത്ത പറയുന്ന പോലെ അവരെ കുറ്റം ഏറ്റു പറയുകയാണ്. ഞാനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നത് എന്നുള്ള കാര്യം പോലീസിന് പറഞ്ഞു. സകലരും ഞെട്ടി. കാരണം ഈ വീട്ടിൽ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, നല്ല സ്നേഹത്തിലാണ് കഴിയുന്നത്. അങ്ങനെയുള്ള ഈ ഭാര്യ എന്തുകൊണ്ടായിരിക്കാം ഭർത്താവിനെ കൊന്നത്? അതാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത്, അല്ലേ? നിങ്ങൾക്കും അറിയണം, എനിക്കും അറിയണം. ആ കഥ ഇങ്ങനെയാണ്. പ്രഭാകരൻ നായർ ശാന്തകുമാരി അമ്മ ഈ വീട്ടിൽ കഴിഞ്ഞു വരുന്ന സമയമാണ്. ഒരു ദിവസം രാത്രി സ്വസ്ഥമായിട്ട് എല്ലാം പറഞ്ഞ് പകലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ് ശാന്തകുമാരി അമ്മ. രാത്രിയിൽ എപ്പോഴോ ആരോ ആ കട്ടിൽ നിന്ന് താങ്ങിയെടുത്ത് തറയിലേക്ക് ഒരൊറ്റ കയറി. ശരീരം ആസകലം ഒടിഞ്ഞു നുറുങ്ങുന്ന വേദന, തല എവിടെയൊക്കെ ഇടിച്ചു, ആകപ്പാടെ വല്ലാത്തൊരു വേദന. ലൈറ്റിട്ട് നോക്കി, ആരും കാണാനില്ല. അപ്പുറത്തെ മുറി നോക്കി, പ്രഭാകരൻ നായരാണ് നല്ല കൂർക്കം വലിച്ച് ഉറക്കം. ഇതെന്ത് സംഭവിച്ചു? പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇത് തന്നെയായിരുന്നു പണി. ചിലപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ മീൻ വെട്ടി കഴിയുമ്പോഴായിരിക്കും പുറകുകളിൽ ഒറ്റ അടി തലയ്ക്ക്. തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണത്തില്ല. തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരോ കല്ലെടുത്ത് എറിയുന്നത്. തിരിഞ്ഞു നോക്കുന്നു, ആരും കാണാനില്ല. ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഉപദ്രവങ്ങൾ കൂടിക്കൂടി വരികയാണ്. അത് മാത്രമല്ല, മുറിയിൽ ചിലപ്പോൾ ചില സാധനങ്ങൾ ഒരു സ്ഥലത്ത് അടുക്കി വെക്കും. തിരിച്ചു വരുമ്പോഴത്തേക്ക് അതെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കും. യഥാസ്ഥാനത്തുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വീട്ടിൽ വല്ല ഭൂതം വല്ലതും ഉണ്ടോ, പ്രേതം വല്ലതും കയറിയോ? അങ്ങനെ സംശയങ്ങളുടെ ദിവസങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്തായാലും ദിവസവും ഈ ശാന്തകുമാരിക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇത് കണ്ടുപിടിക്കണമല്ലോ. ഇത് എന്തായാലും പുറത്തുനിന്ന് ഒരാൾ വരത്തില്ല. അങ്ങനെ ഒരു ദിവസം ആ കള്ളനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉറക്കം നടിച്ച് കിടക്കുകയാണ് ശാന്തകുമാരി അമ്മ. നല്ല ഉറക്കമാണ്, പക്ഷേ ആൾ ഉറങ്ങിയിട്ടില്ല. കണ്ണിങ്ങനെ തുറച്ച് നോക്കുന്നത് ആരെങ്കിലും വരുന്നോ എന്നറിയാൻ വേണ്ടി. രാത്രി 1 മണി കഴിഞ്ഞ് ഒരു സാധനം ഇങ്ങനെ മുറിയിലൂടെ വരികയാണ്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, പമ്മി കള്ളനെ പോലെ വരികയാണ്. ശാന്തകുമാരി അമ്മ ആ കാഴ്ച കാണുകയാണ്. ഇനി എന്ത് സംഭവിക്കും? അടുത്തേക്ക് വന്നത് ശാന്തകുമാരി അമ്മ പെട്ട ലൈറ്റ് ഇട്ടപ്പോൾ ആ മുന്നിരിക്കുന്ന ഭർത്താവായ പ്രഭാകരൻ നായർ. അയാൾ ആകെ മാറിയിട്ടുണ്ട്, വേറെ ഏതോ ഒരു മനുഷ്യനെ പോലെ. കുറച്ച് മുമ്പ് കണ്ട, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് കണ്ട പ്രഭാകരൻ നായരെ അല്ല. അയാൾ ഇങ്ങനെ പല്ലുറുമി നിൽക്കുകയാണ്. അവർ തമ്മിൽ ആ ദിവസം ഒരു വഴക്കുണ്ടാവുകയാണ്. കാരണം ഇത്രയും നാൾ തന്നെ ഉപദ്രവിച്ചതും മാരകമായിട്ട് പ്രഹരിച്ചതും ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം അലങ്കോലപ്പെടുത്തിയതൊക്കെ തൻ്റെ ഭർത്താവായ പ്രഭാകരൻ നായരാണെന്നുള്ള സത്യം ശാന്തകുമാരി അമ്മ തിരിച്ചറിഞ്ഞു. സ്വഭാവമായിട്ട് വഴക്ക് കൂടുമല്ലോ. അങ്ങനെ മുടിഞ്ഞ വഴക്കായി. പക്ഷേ ഒരു കാര്യം കൂടി നമ്മുടെ ഈ ശാന്തകുമാരി അമ്മയ്ക്ക് മനസ്സിലാവുകയാണ്. ഭർത്താവിന് അൽഷിമേഴ്സ് രോഗമാണ് എന്ന് പറഞ്ഞാൽ മറവി രോഗം. ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, പഴയ കാര്യങ്ങളൊന്നും ഓർക്കത്തില്ല, ഈ ചെയ്യുന്നൊന്നും ഇയാൾ അറിയത്തു പോലുമില്ല. അങ്ങനെയുള്ളൊരു വല്ലാത്ത രോഗമാണ് ഈ പ്രഭാകരൻ നായരെ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് പ്രത്യേകതരം രോഗമാണ്. ഈ മറവി രോഗം പെട്ടെന്നാണ് വരുന്നത്. അതിനു മുമ്പൊക്കെ സ്വാഭാവികമായിട്ട് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ഈ രോഗം വന്നാൽ വേറൊരാളായിട്ട് മാറും. അതാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അയാൾ ഇതൊന്നും അറിയുന്നില്ല. എന്തായാലും ഒരുപാട് ചികിത്സയൊക്കെ നടത്തി യാതൊരു കുറവുമില്ല. അൽഷിമേഴ്സ് രോഗം പല രീതിയിലേക്ക് ഇയാളെ ഇങ്ങനെ ബാധിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ഇയാൾ അറിയുന്നില്ല. അങ്ങനെയാണ് ആ രോഗം ഇങ്ങനെ കൂടുതൽ കാഠിന്യമാകുമ്പോഴാണ് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ദിവസവും ഇയാൾ ഇങ്ങനെ ഭാര്യ ഉപദ്രവിക്കുന്നുണ്ട്. എന്തായാലും ശാന്തകുമാരി അമ്മയ്ക്ക് ഒരു കാര്യം ബോധ്യമായി, താൻ ഏത് നിമിഷവും ആക്രമിക്കപ്പെടും, തൻ്റെ ജീവിതം ഏത് നിമിഷവും അപകടത്തിലാവുകയും ചെയ്യും. അതിനുള്ള കാരണക്കാരനാരാ? തൻ്റെ ഭർത്താവായ പ്രഭാകരൻ നായർ. അങ്ങനെ ഒരു ദിവസം വീണ്ടും ആ സംഭവം നടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ശാന്തകുമാരി അമ്മയെ താങ്ങിയെടുത്ത് തറയിലേക്ക് അടിക്കാൻ വേണ്ടി പമ്മി പ്രഭാകരൻ നായർ വരികയാണ്. കളിച്ചില്ല, ലൈറ്റ് ഇട്ടു. ശാന്തകുമാരി അമ്മ ആകെ മാറി. കാരണം ഇനി ഇയാൾ ഈ പണി ചെയ്യാൻ പാടില്ല, ഒന്നുകിൽ ഗുണം വേണം അല്ലെങ്കിൽ ദോഷം വേണം എന്നും പറഞ്ഞ് അടുത്ത് കിടന്ന് ആ തോർത്തെടുത്ത് ഈ മനുഷ്യൻ്റെ കഴുത്ത് ഇങ്ങനെ മുറുക്കുകയാണ്. യാതൊരു ദാക്ഷിണ്യം വിചാരിച്ചില്ല. ഇത്രത്തോളം തന്നെ ഉപദ്രവിച്ച് തൻ്റെ ശരീരം ആസകലം അടിച്ചോടിച്ച് നശിപ്പിച്ച് വെച്ചേക്കുവാണ്. അങ്ങനെയുള്ളവ ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് സകല ബലവും എടുത്ത് ഇങ്ങനെ കഴുത്ത് മുറുക്കുകയാണ്. വെപ്രാളത്തിൽ ആ മുടിയിലൊക്കെ കയറി പിടിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാകരൻ നായർ. അതാണ് അവസാനമായിട്ട് ആ തെളിവായിട്ടൊക്കെ മാറിയത്. ആ മുടിയൊക്കെ ദേഹത്ത് വീണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ആ തെളിവുകളൊക്കെ പോലീസിന് കിട്ടി. എന്തായാലും പ്രഭാകരൻ നായർ മരിച്ചു. അങ്ങനെ 12:30 മരിച്ചു. കുറേ നേരം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ സംഭവിച്ചു പോയി. കൊല്ലണം വിചാരിച്ച് ചെയ്തതല്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഒരിക്കലും ശാന്തകുമാരി അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അന്ന് രാത്രി സംഭവിച്ചത്. സംഭവം നടന്നിരിക്കുന്നത് 12:30-ഓടെയാണ്. അങ്ങനെ കുറച്ച് മണിക്കൂറോളം ആ ബോഡിക്ക് കാവലായിട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? പിറ്റേന്ന് നാട്ടുകാരറിയും, പോലീസ് വരും, താൻ പിടിക്കപ്പെടും എന്നുള്ള കാര്യമൊക്കെ ഈ വയസ്സായ ഈ ശാന്തകുമാരി അമ്മയുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ 4 മണിയോടെ കൃത്യമായിട്ടൊരു തീരുമാനത്തിലെത്തി, ഇനി താനും ജീവിക്കേണ്ടത്. എന്തായാലും ആ ഒരു പാപഭാരവും പേറി താൻ ജീവിക്കുന്ന അർത്ഥമില്ല എന്നും പറഞ്ഞും മുറ്റത്തുള്ള കിണറ്റിലേക്ക് ഒരു ഒറ്റ ചാട്ടമായിരുന്നു. പക്ഷേ അവർക്ക് നിലവിളിക്കാനേ പറ്റുള്ളൂ. ആ പേടിയായിപ്പോയി. നിലവിളിച്ചപ്പോഴത്തേക്ക് ഈ നിലവിളിയെല്ലാം കേട്ടുകൊണ്ട് ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കൂടി. അങ്ങനെ താങ്ങിയെടുത്ത് ശാന്തകുമാരി അമ്മയെ കരയ്ക്ക് കിടത്തി. പക്ഷേ അവിടം മുതൽ ഈ ശാന്തകുമാരി അമ്മ അഭിനയിക്കുമായിരുന്നു. ബോധം കെട്ടതുപോലെ ഒറ്റ കിടപ്പായിരുന്നു. ചോദിക്കുന്നതിനൊന്നും കൃത്യമായിട്ടൊരു മറുപടി പോലും പറയുന്നില്ല. എന്തായാലും ഭർത്താവ് സ്വാഭാവികമായിട്ട് മരിച്ചതാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്നുള്ള ധാരണയിലായിരിക്കും പോലീസ് നാട്ടുകാരൊക്കെ ഈ വിഷയം എടുക്കുന്നതെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ ഇവിടെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ?
കുറച്ചു നേരം എനിക്ക് പിടിച്ചു നിന്നു. പോലീസിൻ്റെ ആ ചോദ്യം ചെയ്യൽ ഇങ്ങനെ രൂക്ഷമായതോടെ എല്ലാ കണ്ണുകളും ശാന്തകുമാരി അമ്മയിലേക്ക് വന്നതോടെ ആ പാവം സ്ത്രീക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ആ കുറ്റം മുഴുവൻ ഏറ്റെടുത്താനാണ് തൻ്റെ ഭർത്താവിനെ കൊന്നത്. കാരണമെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞതോടെ അങ്ങനെ പോലീസ് ഈ സ്ത്രീ അറസ്റ്റ് ചെയ്യുകയാണ്. 3 തരത്തിലാണ് കൊലപാതകങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന് അറിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയിൽ അവൻ തട്ടിക്കൊണ്ടുപോയി, ഇനി അവൻ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞ് കത്തിയെടുത്ത് അവൻ്റെ അണ്ണാക്കി കയറ്റുന്നു. അങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട്. മറ്റത് അറിയാതെ എന്ന് പറയുന്ന ഒരു KSRTC അല്ലെങ്കിൽ ഒരു ബസ് ഒരുത്തിന് ഇടിക്കുന്നു. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ, സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. മൂന്നാമത്തതാണ് സാഹചര്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചിരുന്നാൽ തനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ശാന്തകുമാരി അമ്മയുടെ ഈ ചിന്ത. അയാൾ ജീവിച്ചിരുന്നാൽ തനിക്ക് സ്വസ്ഥമായിട്ട് ജീവിതം കിട്ടത്തില്ല എന്നും പറഞ്ഞ് സാഹചര്യം കൊണ്ട് കൊന്നുപോകുന്നതാണ്. എന്തായാലും ഈ കൊലപാതകങ്ങളൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അറിഞ്ഞുകൊണ്ടായാലും സാഹചര്യം കൊണ്ടായാലും അറിയാതെ ആയാലും കൊല തന്നെയാണ്. നിയമത്തിൻ്റെ മുമ്പിൽ ഇവരെല്ലാവരും തെറ്റുകാരാണ്. അതുകൊണ്ട് ശാന്തകുമാരി അമ്മ ഇപ്പോഴും ജയിലിലാണ്. ഇമ്മാതിരി അറിഞ്ഞുകൊണ്ടും അറിയാതെ സാഹചര്യം കൊണ്ടും ഒരുത്തനും ഒരാളെയും കൊല്ലരുതെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.